ഫാമിലി. അപ്പൊ ഇന്നത്തെ ഗുഡ് മോർണിംഗ് ബെൽ അടിച്ചിരിക്കുന്നത് മീഷോ അല്ല, റാദർ സ്നാപ്ഡീലാണ്. ഞാൻ മീഷോന്റെ ഹോള് പലവട്ടം അല്ല 2 വട്ടം ചെയ്തപ്പോഴത്തേക്കും ഓരോ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തു ഐ ഷുഡ് ട്രൈ സ്നാപ്ഡീൽ ആൻഡ് ഷോപ്സിന്ന്. അപ്പൊ ഷോപ്സി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഷോപ്സിക്ക് എന്തോ എറർ വന്നു. ഷോപ്സി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു സ്നാപ്ഡീൽ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 4 ഡ്രസ്സുകളാണ്. 4 സാധനങ്ങളും കാണിച്ചു തരാം. ആക്ച്വലി 8 എണ്ണം വാങ്ങിച്ചിരുന്നു. അതിനകത്ത് 3 എണ്ണം ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സെല്ലർ എൻ്റെ തന്നെ ക്യാൻസൽ ആയി പോയത് എന്താന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം ഇടയ്ക്കിടെ ഈ കറുത്തം കയറി സീനൊക്കെ എന്താണ്. അപ്പോൾ ഞാനൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ബിക്കോസ് ഞാൻ എണീറ്റിട്ടുള്ളൂ. പിന്നീറ്റ് കോലത്തിലാണ് മിക്കപ്പോഴും വീഡിയോ ആയിരുന്നു. കുറച്ചൊന്ന് സുന്ദരിയായിട്ട് കവരാന്ന് വെച്ചു. ആൻഡ് കുറച്ച് ഓട്ടം ഡിസംബറൊക്കെ ആയതുകൊണ്ട് കടയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടങ്ങളിലാണ്. അതുകൊണ്ടാണ് എനിക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതെ. ബട്ട് ഐ ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. ലോട്ട്സ് ഓഫ് ലവ്. ദിപ്പ തിരിച്ചു വരാം. യെസ്. അപ്പൊ കുളിച്ചു. ഞാൻ തല കഴുകിയില്ല. ബിക്കോസ് തല ഞാൻ പറഞ്ഞില്ലേ, പുതിയ ഹെയർ കെയർ റൂട്ടീന്റെ ഭാഗമായിട്ട് തല എപ്പോഴും എന്നും കഴുകരുതെന്നുള്ള ഞാൻ പഠിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന 4 സാധനങ്ങൾ കാണിച്ചു തരാം. സോ 8 എണ്ണം വാങ്ങിച്ചത് എനിക്ക് കിട്ടിയ 4 എണ്ണം ഇതാണ്. അതിനകത്ത് ആ 8 എണ്ണത്തിൽ ഇനി വരാൻ അവർ ക്യാൻസൽ ചെയ്ത 3 എണ്ണമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഒരെണ്ണം ഇനിയും വരാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാനിത് പൊട്ടിക്കാനുള്ള ഒരു 2-3 ദിവസം കൂടെ എടുക്കും. എനിക്ക് പൊട്ടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് പൊട്ടിക്കുകയാണ്. പിന്നെ ഞാൻ കുളിച്ചപ്പോൾ എൻ്റെ കണ്ണിലൊക്കെ ഇത് പോയി എന്നെ കാണാൻ ഒരു വാസവണം ലുക്കില്ലേ. അപ്പൊ നമുക്കിത് നന്നായിട്ട് പൊട്ടിച്ചു വെക്കാം കേട്ടോ. സാധാരണ നമ്മളിതെങ്ങനെയാ ചെയ്യുക, മറ്റേതൊക്കെ വെച്ച് കീറിട്ട് ഇത് സ്റ്റോപ്പ്. ഐ ഗോട്ട് ഇറ്റ് ഫോർ 1779 ആണ് ഇതിനകത്ത് കാണിക്കുന്ന റേറ്റ്. പക്ഷെ എനിക്കത് കിട്ടിയത് ഞാൻ കാണിച്ചു തരാം. എത്രയാണ്? 499 എനിക്കിത് കിട്ടിയത്. ഇത് കൊള്ളാം. ഇതിട്ട് നോക്കിയിട്ട് ദിസ് ഇസ് നൈസ്. ഞാൻ ഇതിപ്പോൾ ഇട്ട് നോക്കിയിട്ട് വരാം. ഞാൻ എല്ലാം ഒരുമിച്ച് ഇട്ട് നോക്കാം. ഞാൻ ഒന്നൊന്നായിട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാം. ദിസ് ഇസ് നൈസ്. 500 രൂപയ്ക്ക് ഇത് കണ്ടോ. 1799 ആണ് ഇതിൻ്റെ MRP കാണിക്കണേ. ഉണ്ടോ? പക്ഷേ എനിക്കിത് $500 കിട്ടിയത്. എല്ലാം ഒരുമിച്ച് ഇട്ട് നോക്കട്ടെ. ഞാൻ ഒന്നൊന്നായിട്ട് എല്ലാം തുറന്ന് കാണിച്ചു തരാം. അടുത്തത് സാധാരണ മറ്റു ഭംഗിയായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി അതിനുള്ള ഇത് സാധനം കൊള്ളാം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽ അല്ല ഇത്. പക്ഷെ നല്ല ലോങ് ഷർട്ട്. ഇത് കൊള്ളാം. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ലേശം ശോകമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മീഷോനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ആൻഡ് ഇതിന്റെ പ്രൈസ് ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ അറിയാം ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് മീഷോന്റെ ക്വാളിറ്റിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് സ്നാപ്ഡീൽ. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇതായിരുന്നില്ല ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും വന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ 3 ഡ്രസ്സ് പോലത്തെ സാധനം ഓർഡർ ചെയ്തിരുന്നു. അത് 3 വന്നില്ല. പിന്നെ ഇതാണോ ഞാൻ ഓർഡർ ചെയ്തേ എന്ന ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് തന്നെ. ഞാൻ ഇങ്ങനത്തെ ഷർട്ട് പോലത്തെ ടോപ്സ് കുറെ എടുക്കുന്ന ടൈപ്പിൽ കുട്ടിയായതുകൊണ്ട് സോറി ഗൈസ്. അതിൻ്റെ ഇടയിൽ കോൾസ് ഒക്കെ വന്നു. അപ്പൊ ഒരു മിനിറ്റ്. യെസ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഇതാണ് അടുത്ത ടോപ്പ്. സംഭവം എല്ലാം കൊള്ളാം. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ പ്രീമിയം ഹൈ ക്വാളിറ്റി സാധനങ്ങളല്ല. നമ്മൾ ഈ കൊടുക്കുന്ന പ്രൈസിൻ്റെതായ എല്ലാ കുറവുകളുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഫ്ലോയി ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലാന്ന് തോന്നുന്നു. ജോർജറ്റ് എന്നല്ല, ഷിഫോൺ എന്നാന്ന് തോന്നുന്നു ഇതിനെ പറയണേ. പിന്നെ കോളറിന്റെ ഭാഗമൊക്കെ ഇച്ചിരി കട്ടി കൂടുതൽ. എന്തായാലും ഇട്ട് നോക്കുമ്പോൾ അറിയാം. ബട്ട് അപ്പോഴും എനിക്ക് തോന്നുന്നു മീഷോനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് നമുക്ക് മെറ്റീരിയൽ കാണുമ്പോൾ പറയാൻ പറ്റുള്ളൂ ലൈക്ക് ഇത് ലാസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. കുറച്ചുകൂടെ ലാസ്റ്റിങ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഡ്രസ്സ് വാങ്ങിച്ചു. ഈ ഡ്രസ്സ് പോലത്തെ നല്ല ഭംഗിയുള്ള 3 പേരുടെ ഡ്രസ്സിലായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇതും ഭയങ്കര എക്കണോമിക്കലാണ്. ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ. ഇതെനിക്ക് തോന്നുന്നു സൈസ് ടൈറ്റ് ആയിരിക്കുന്നു തോന്നുന്നു. ഇത് ഞാനിങ്ങനെ എക്കി വലിച്ച് ഇടേണ്ട പോലെ ഉണ്ട്. അപ്പം ഇത് മിക്കവാറും നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നതിൽ ആദ്യം തന്നെ റിട്ടേൺ ചെയ്യാൻ പോകുന്ന സാധനം ഇതായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒന്നൊന്നായിട്ട് ഇട്ടിട്ട് വരാം. ഇതിൽ തന്നെ തുടങ്ങാം. അതാകുമ്പോൾ പിന്നെ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവില്ല അതിന്. സോ ഇതാണ് ആ ഡ്രസ്സ്. ആക്ച്വലി റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ ഫുൾ ലെങ്ത് ഞാൻ കഴിഞ്ഞ വട്ടം ഒരു ഡ്രസ്സ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എൻ്റെ ഫുൾ ലെങ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. 1 സെക്കൻഡ്. സോ ഇവിടെ വരെ പോയാൽ ഫുൾ ലെങ്ത് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് അറ്റായർ. ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ വരെ ആങ്കിൾ ലെങ്ത് ഉള്ളൂ.
ഇറ്റ് ഈസ് ഓക്കെ ഓൺലി, പക്ഷെ കുറച്ചൊരു ടൈറ്റ് ഫിറ്റിംഗ് ആണ്. എന്നാലും കുഴപ്പമില്ല. കാരണം ഞാനിപ്പോൾ തടി കുറച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് പലപ്പോഴും മറന്നു പോകാറുണ്ട്, ഞാൻ തടി കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം. അപ്പം എനിക്ക് ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ എൻ്റെ പഴയ ഫിറ്റിംഗ് ഓർത്തിട്ട് ഞാൻ പറയാം ഇത് ടൈറ്റ് ആയിരിക്കും തോന്നുന്നു. ബട്ട് ദിസ് ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ദ പ്രൈസ് ഐ പെയ്ഡ്. ദിസ് ഇസ് നോട്ട് ബാഡ് ആൻഡ് ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുന്നെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ പ്രൈസ് നമുക്ക് മീഷോന്ന് കിട്ടുന്ന അത്രയും ഗുഡ് ആവാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. മീഷോൻ്റെ അതിനകത്ത് പലരും പറഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോലം. ഞാനിപ്പോൾ വാഷിന് ഇട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് വലിയ പ്രശ്നം വന്നിട്ടില്ല, പക്ഷെ 2-3 വട്ടം വാഷ് ചെയ്യുമ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കളറൊന്നും എനിക്ക് ഫെയ്ഡ് ആയിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു 2-3 വട്ടമൊക്കെ ഇടാനുള്ളതേ ഉള്ളൂ, അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഇത് കമ്പയർ ടു ദാറ്റ് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയാണ്. കാരണം മെറ്റീരിയൽ ഇറ്റ്സെൽഫ് ഇസ് കുറച്ചുകൂടെ ഇത്. പക്ഷെ ബാക്കി ടോപ്സ് എല്ലാം അതിനകത്ത് ആ ചെറിയ 2 ടോപ്സ് ഇത് ഞാൻ കാണിച്ചു തരാം. ഒന്നൊന്നായിട്ട് കാണിച്ചു തന്നുകൊണ്ട് ഞാൻ പറയാം. ഇത് എനിക്ക് തോന്നുന്നു കൊടുത്ത പ്രൈസിന് വർത്താണ്. മെറ്റീരിയൽ വൈസ് ഓൾസോ ഇറ്റ് ഇസ് വർത്ത്. കാണാനും കുറച്ച് വൈബുണ്ട്. സോ ദിസ് ഡ്രസ് ഗെറ്റ്സ്, എന്നാലും ആ പ്രീമിയം സാധനമല്ലല്ലോ, പക്ഷെ ഞാൻ കൊടുത്ത പ്രൈസിന് യെസ് ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് എന്നുള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി ഒരു 9.5 on 10 കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. ഇതാണ് അടുത്തത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയാണ്. യു ക്യാൻ വെയർ ഇറ്റ് വിത്ത് ലെഗിൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടുപ്പിടുന്നവർക്ക് ഇത് ഇടാം. ഇതിന്റെ മെറ്റീരിയൽ എനിക്ക് അങ്ങോട്ട് വർക്കായില്ല, കാരണം ഇതൊരു കോട്ടണും റയോണും കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് എന്തോ ഒരു സാധനമാണ്. ചൂടൊക്കെ ഭയങ്കര ചൂടൊക്കെ എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ, പക്ഷെ കാണാൻ ഭംഗിയുണ്ട്, കാണാൻ ഇറ്റ്സ് ഗുഡ്. ആൻഡ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടോ, ഈ സാധനത്തിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ അത്ര അങ്ങോട്ട് എന്താ പറയുക, അത്ര അങ്ങോട്ട് സൂപ്പർ ആണെന്ന് പറയാനില്ല, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. ഇങ്ങനെ കുറച്ചൊരു ഇതിന് കുറച്ചുകൂടെ ഒരു കാണാൻ ഭംഗിയുണ്ടെങ്കിലും മെറ്റീരിയൽ വൈസ് ഒരു ഇച്ചിരി ക്ലാസ് കുറവ് ഇതിനാണ് കാണാൻ. പക്ഷെ ഇറ്റ്സ് നൈസ്, ഫിറ്റിംഗ് ഇസ് റിയലി നൈസ്. ആൻഡ് എപ്പോൾ എവിടെ നിന്ന് എന്ത് വാങ്ങുമ്പോഴും സൈസ് ചാർട്ടിൽ ബസ് സൈസ് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഫോർ വിമൻ. ഇറ്റ് വിൽ ബി ഈസിയർ. ബിക്കോസ് ഞാനത് മാത്രം നോക്കിയിട്ടാണ്, ഞാൻ മീഡിയം ആണോ ലാർജ് ആണോ എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇതിനകത്തും നോക്കിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല, കാണാൻ പറ്റുന്നില്ല. യു ജസ്റ്റ് ചെക്ക് ഫോർ യുവർ ബസ് സൈസ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ എല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ നോർമലി ലാർജൊക്കെയാണ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിചാരിച്ചിട്ട് ഇവിടെ ലാർജോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും എടുക്കരുത്. നമ്മുടെ ബസ് സൈസ് ഏതാണോ എന്നുള്ളത് ബസ്റ്റും വേസ്റ്റും ഒക്കെ നോക്കിയിട്ട് സൈസ് ചാർട്ട് നോക്കിയിട്ട് വാങ്ങുക. അടുത്ത 2 ഡ്രസ്സിനും പാൻറ്റ് വേണം. അപ്പം ഞാൻ ആദ്യം പാൻറ്റ് എടുത്തിട്ട് ദിപ്പ വരാം. ആൻഡ് യാ, സോ ദിസ് ഡ്രസ് ഐ വിൽ ഗിവ് ഇറ്റ് 6.57 on 6.8 on 10 ബിക്കോസ് എനിക്ക് മെറ്റീരിയൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ഡെഫിനറ്റ്ലി above 5, പക്ഷെ നോട്ട് above 7. യെസ്, ഇത് ടോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സൈസിന്റെ വലിയ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ തൊട്ട് ബസ്റ്റും ഒക്കെയും കറക്റ്റാണ്. പക്ഷെ എൻ്റെ കൈക്ക് ഒരു ഇച്ചിരി തടിയുള്ള കൈ, ഞാൻ മേല് മെലിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈക്ക് തടി ഫീൽ ചെയ്യും. അപ്പം കൈ ഇച്ചിരി ടൈറ്റാണ്. അതർവൈസ് ഇറ്റ് ഇസ് ഓക്കെ. ഡ്രസ് ഇസ് ഗുഡ്, ഈവൻ ദ മെറ്റീരിയൽ നോൺ ഇസ് ഗുഡ്. എനിക്ക് സൈസ് ഇച്ചിരി പാളിപ്പോയി ഉണ്ടോ, കൈൻ്റെ ഇവിടെ ടൈറ്റ്. അപ്പം ഞാൻ ഇച്ചിരി കൂടെ മെലിയൊന്നും ഉണ്ടേ ഉണ്ടോ. ഇതിൻ്റെ കോളർ ചെയ്യുമ്പോഴേ കോളറൊക്കെ എന്തോ ഒരു ഇതുണ്ട്. പക്ഷെ മെറ്റീരിയൽ ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഈ കൈയുടെ തടിയൊന്നും ഞാനിപ്പോൾ മെലിയിക്കുന്നതുകൊണ്ട് ഞാൻ ഇത് ആർക്കും ഒന്നിനെ ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല, ഞാൻ ആർക്കെങ്കിലും കൊടുത്തേനെ. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല, കാരണം എനിക്ക് ടോപ്പ് ഇഷ്ടപ്പെട്ടു. ഓൺലി തിങ് കൈയുടെ ഫിറ്റിംഗ് ശരിയായിട്ടില്ല. അപ്പം യാ, അടുത്ത ഡ്രസ്സും ഇടാം. സോ ഈ ഡ്രസ്സ് അത്യാവശ്യം ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ യു ഷുഡ് കമ്പൽസറി വേറെ. പക്ഷെ ഇത് കൊള്ളാം. ദിസ് ഇസ് റിയലി ഗുഡ്. നല്ല രസമുണ്ട്. ഇത് 1779 ആണ് ഇതിനകത്ത് കാണിക്കുന്നത്, പക്ഷെ അത്രയൊന്നുമില്ല. പക്ഷെ ഷുവർ അത്രയില്ല. ബിക്കോസ് ഇങ്ങനത്തെ മെറ്റീരിയൽ തന്നെ കുറച്ചൊരു സിൽക്കിഷ് ഒരു ഫിനിഷൊക്കെ വരുമ്പോഴാണ് അത്രയും പേയ്മെന്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ബ്രാൻഡ്. സോ അതിനുള്ളതില്ലെങ്കിലും ഇറ്റ് ഇസ് ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടതാ. ഫിറ്റ് ഇസ് ഗുഡ്, സൈസ് കറക്റ്റായി. ഇടാനും കംഫർട്ടബിൾ ആണ്, നല്ല മെറ്റീരിയൽ ആണ്. ദിസ് ഇസ് ഗുഡ്. ദിസ് ഐ വിൽ ഗിവ് 10 on 10 ഫോർ ദ പ്രൈസ് ഐ പേ. ഒരു 10 on 10 കൊടുക്കാം, അല്ലെങ്കിൽ 9.8 ഒക്കെ കൊടുക്കാം. കാരണം അപ്പോഴും എനിക്ക് വേണ്ട അത്രയും പ്രീമിയം അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫിറ്റും ഗുഡാണ്, എല്ലാം ഗുഡാണ്. ഇത് ഫോട്ടോയിലൊക്കെ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ അതാണ് വേറൊരു കാര്യം, ഇതിനകത്ത് ഈ വാങ്ങിച്ച ഡ്രസ്സുകളിൽ എനിക്ക് ഇത് മാത്രമാണ് മെറ്റീരിയലിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ഫോട്ടോയിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ചിലതിനൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനകത്ത് നമ്മൾ കാണുന്ന മെറ്റീരിയലും വാങ്ങി വരുമ്പോഴുള്ള മെറ്റീരിയലും ഭയങ്കര വ്യത്യാസമുണ്ടോ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇവർക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതെല്ലാം കൂടെ ഇപ്പം ഈ കാണിച്ച ഇത്രയും സാധനങ്ങളോട് $1,700 ആയിട്ടുള്ളൂ. അതായത് ഈ ടോപ്പിൻ്റെ MRP എന്ന് പറയുന്ന റേറ്റേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ്സ് എ ഫെയർ ഡീൽ.
കാരണം ആ പൈസക്ക് ഞാൻ ഇതിപ്പോൾ പിന്നെ ഇതൊന്നും ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതിനകത്തൊന്നും ഇടാൻ പറ്റില്ല. ക്യാഷ്വലായിട്ട് ഡെയിലി വെയറിനൊക്കെ ആയിട്ട് ഇടാൻ പറ്റും. പക്ഷേ 1700 കുഴപ്പമില്ലാത്തൊരു റേറ്റാണ്. അപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾ തപ്പി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ സ്നാപ്ഡീൽ എക്സ്പീരിയൻസ് പേഴ്സണലി ഇതൊന്നും പിന്നെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ല കേട്ടോ. അപ്പം സ്നാപ്ഡീൽ എക്സ്പീരിയൻസ് ബേസിക്കലി മീഷോൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചതിനേക്കാളും എനിക്ക് ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. കാരണം മെറ്റീരിയൽ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആണ്, സൈസിൻ്റെ ഫിറ്റ് ബെറ്റർ ആണ്. പിന്നെ മറ്റേ നൂല് പൊന്തിരിക്കുന്ന പരിപാടികൾ അങ്ങനത്തെ സീൻസ് ഒന്നും ഇല്ല. അത് എനിക്ക് മറ്റേതിലുണ്ടായിരുന്നു. പിന്നെ വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ഒരു ഡ്രസ്സ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ഒരു ഫീലിംഗ് ഈ ഒന്നിനുമില്ല. അപ്പം ഞാൻ വാങ്ങിച്ച പർച്ചേസ് ചെയ്ത ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്ത് പിൻ ചെയ്യാം. എൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പരിപാടിയില്ല, ബട്ട് അതെനിക്ക് ഇനിയും പഠിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ഗുഡ് ടു മേക്ക് മോർ മണി അല്ലേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് ഞാൻ താഴെ കൊടുത്തേക്കാം, പിൻ ചെയ്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഈ ടോപ്പുകൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുക. അതിനകത്ത് ഞാൻ ബസ് സൈസ് നോക്കി വാങ്ങിച്ചിട്ടും എനിക്ക് കുറച്ച് ടൈറ്റ് ആയത് ആ വൈറ്റ് ടോപ്പാണ്. അപ്പം ബാക്കിയെല്ലാം നിങ്ങളുടെ ബസ്റ്റും വേസ്റ്റ് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി സൈസ് ചാർട്ടിൽ. ബട്ട് ആ വൈറ്റ് ടോപ്പ് ആരെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈസ് മുകളിലേക്ക് ഇരിക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിരിക്കും. ബിക്കോസ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചുങ്ങണ മെറ്റീരിയൽസ് അല്ല ഒന്നും. അഗൈൻ എനിക്ക് ഇവന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഫൈൻ ഓൺലി. സോ ഓൾ ടുഗെദർ മൈ സ്നാപ്ഡീൽ എക്സ്പീരിയൻസ് വാസ് മച്ച് ബെറ്റർ ദൻ മീഷോ. അപ്പം അടുത്ത സ്നാപ്ഡീൽ ഹോൾ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണേ. ആൻഡ് മീൻ വൈൽ ഷോപ്സി ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അതുപോലത്തെ ഏതെങ്കിലും അടിപൊളി ഇതുപോലത്തെ എല്ലാവർക്കും എക്കണോമിക്കലായിട്ട് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത്സിൻ്റെ ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഹാപ്പിലി അത് ചെയ്ത് റിവ്യൂ ചെയ്ത് ഓരോ ഉടുപ്പുകൾ വാങ്ങിച്ച് ഹാപ്പിലി ഇട്ട് കിടക്കാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. കുറച്ച് ദിവസമായിട്ട് ഡിസംബറിൻ്റെ ഒക്കെ ഓട്ടോയുടെ നല്ല തിരക്കിലാണ്. എനിക്ക് അങ്ങനെ റെഗുലർ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. എൻ്റെ ഓട്ടോ 8 ഡേയ്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. പക്ഷേ എത്രയും വേഗം ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. ക്രിസ്മസിൻ്റെയൊക്കെ പരിപാടികൾ അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ക്രിസ്മസിന് നന്നായിട്ട് ചേരും കേട്ടോ. ബിക്കോസ് ഒരു ഗ്രീൻ ഓർ റെഡ് ആയിരിക്കുമല്ലോ മോസ്റ്റ്ലി എല്ലാവരും പ്രിഫർ ചെയ്യുക. പക്ഷേ ചിലവർ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇടാൻ പക്ഷേ എനിക്ക് കൺവീനിയൻസ് ആണ് മോസ്റ്റ്ലി. അപ്പം ഇത് ഒരു ക്രിസ്മസ് കാഷ്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്ക്, അതായത് നമ്മുടെ ഫാമിലിയൊക്കെ ഉള്ളൊരു ചെറിയ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതിനുള്ള ക്വാളിറ്റിയും ഉണ്ട്, അതിനുള്ള വൈബും ഉണ്ട്, അതിൻ്റെ കളർ പാലയുമാണ്. സോ ദിസ് വർക്ക്. സോ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് പ്രിപ്പയർഡ് ആവണമെന്ന് വിചാരിക്കുന്നു. അടുത്ത വട്ടം കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്. സ്നേഹം. ഇങ്ങനെ സത്യം പറയട്ടെ, കാര്യം എനിക്ക് ഈ ഡ്രസ്സാണ് അധികം ഇഷ്ടപ്പെടാഞ്ഞെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇന്നിപ്പോൾ പുറത്ത് വന്നിടാൻ പോകുന്നത് ഈ ഡ്രസ്സാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾസോ സി നല്ല രസമുണ്ട് സംഭവം. വേറൊരു കാര്യം കൂടെ ഈ ഡ്രസ്സിനെ പറ്റി പറയട്ടെ. എനിക്കിതിൻ്റെ മെറ്റീരിയൽ വലിയ വർക്ക് ആയില്ലെങ്കിലും ഇതിൻ്റെ ഫിറ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫിറ്റ് ഭയങ്കര രസമെന്ന് വെച്ചാൽ നല്ല കർവി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 6.87 എന്നുള്ളത് മാറ്റി ഞാനൊരു 8 കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഫിറ്റും ഇതിട്ടിട്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ആ ഡ്രസ്സുകളിൽ ഇതിൻ്റെ ഫിറ്റ് കാരണം ഇതാണ് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കറക്ഷൻ പറയുന്നു, ഈ ഡ്രസ്സിന് 6.8 അല്ല 7 കൊടുക്കാം. പിന്നെ വാഷ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ തപ്പി കണ്ടുപിടിക്കണം. പക്ഷേ ഐ തിങ്ക് ഇറ്റ് ഇസ് വർത്ത് ബൈ കേട്ടോ. സോറി. അപ്പോൾ ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. Ami, signing off. Love.